ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇന്ത്യയിൽ സ്കോഡയും ഫോക്സ്വാഗനും ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ് സെയിൽസിൻ്റെ കാര്യത്തിൽ എന്ന് പറയാൻ പറ്റില്ല. അല്ലാണ്ട് നമ്മളിപ്പോൾ ഫാൻ ഫോളോയിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് അറിയുന്ന ബ്രാൻഡ്സ് ആണ്. പക്ഷെ എന്നാൽ സെയിലിൻ്റെ കാര്യത്തിൽ കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന കമ്പനികൾ കൂടിയാണ് ഇത് രണ്ടെണ്ണം. പണ്ട് അവർ പോളോ, റാപ്പിഡ്, വെൻഡോ അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈവൻ ഇപ്പോൾ സ്കോഡ എടുക്കുകയാണെങ്കിൽ പണ്ട് എൻട്രി ലെവലായിട്ട് അവർക്ക് ഫാബിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും സ്കോഡ കുറച്ച് ലിമിറ്റഡായി. ഫോക്സ്വാഗനും പോളോ വെച്ച് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ 8-10 വർഷത്തോളം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി അവസാനം നമ്മുടെ ഫോക്സ്വാഗനും ഇന്ത്യയിൽ 2.0 പ്രൊജക്ട് എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്തു. അതിന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഇനീഷ്യലി വന്നു തുടങ്ങിയ സമയത്ത് 8,000 കോടിയുടെ അടുത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ പുതിയൊരു പ്ലാറ്റ്ഫോം ലോക്കലൈസ് ചെയ്യുന്നതിനായിട്ടൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ത്യയിൽ കിട്ടിയത് MQB A0iN എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. അത് ശരിക്കും ഇൻ്റർനാഷണലി വരുന്ന MQB A027 എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ സെക്കൻഡ് ജനറേഷൻ മോഡലാണ്. 2016 അവർ ആ ഒരു പ്ലാറ്റ്ഫോം ഗ്ലോബലി അൺവെയിൽ ചെയ്ത് ഈ ഒരു പരിപാടി, അതായത് ഈ 2.0 പ്രൊജക്ട് ഇന്ത്യക്ക് വേണ്ടി തുടങ്ങുന്ന സമയത്ത് അതായിരുന്നു ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്ലാറ്റ്ഫോം. പക്ഷേ ഇത് കുറച്ച് ചെറിയ വണ്ടികൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന പ്ലാറ്റ്ഫോമാണ്. അതായത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഇവരുടെ പോളോ, അതുപോലെ ടിയറോക്ക്, സ്കോഡ കാമിക്ക പോലുള്ള വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ചെറിയ വണ്ടികൾക്ക് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം അവർ മനഃപൂർവ്വം ഇവിടെ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ലോക്കലൈസ് ചെയ്തതാണ്. അങ്ങനെയാണ് നമുക്കിപ്പം നമ്മുടെ കുഷാക്ക്, ടൈഗുൺ, അതുപോലെ വെർട്ടസ്, ലാവിയ തുടങ്ങിയ വണ്ടികളൊക്കെ കിട്ടിയത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ടൈഗുൺ, കുഷാക്ക് പോലുള്ള വണ്ടികൾ എടുക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ലെങ്ത്തും അതുപോലെ സൈസും ഒക്കെയാണ്. ഈ പ്ലാറ്റ്ഫോമിന് പൊതുവേ ഉള്ളൊരു ചെറിയ പ്രശ്നമാണ്. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിന്, വിഡ്ത്തും അതുപോലെ ലെങ്ത്തും ഒക്കെ വലിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫോക്സ്വാഗൻ ഇന്ത്യയിൽ പുതിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സൈസിൻ്റെ കാര്യത്തിൽ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇവരുടെ കുറച്ചും കൂടെ വലിപ്പമുള്ള വണ്ടികൾക്ക് ഉപയോഗിക്കുന്ന MQB A037 എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഇനി ഇന്ത്യയിൽ ലോക്കലൈസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ 3rd ജനറേഷൻ ഒക്ടാവിയ, അതുപോലെ 7th ജനറേഷൻ ഗോൾഫ് തുടങ്ങിയ വണ്ടികളൊക്കെ അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായി കാണും, അത്യാവശ്യം നല്ല വലിയ വണ്ടികളൊക്കെ ഉപയോഗിച്ചിരുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇപ്പോൾ ഉള്ള വണ്ടികളെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന സെഗ്മെൻറ്റിൽ ഉപയോഗിച്ചിരുന്ന വണ്ടികളുണ്ടായിരുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവർക്ക് കിട്ടാൻ പോകുന്ന നല്ല മികച്ച ഫ്ലെക്സിബിലിറ്റിയാണ്. കാരണം ഡയമെൻഷൻസ് എത്ര വേണമെങ്കിലും അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ വിഡ്ത്ത് ആണെങ്കിലും അതുപോലെ ലെങ്ത് ആണെങ്കിലും എല്ലാം തന്നെ അവർക്ക് കൺസിഡറബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉള്ള പ്ലാറ്റ്ഫോമിൽ പറ്റാത്തത് അത് തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കുഷാക്കിൻ്റെ ടൈഗുൺ, ഡേവിൻ സ്ലാവിയ, വെർട്ടസിനെ ആണെങ്കിൽ പോലും ഭയങ്കര നാരോ ആണ്. അത്രയും നാരോ ട്രാക്ക് അവർ പിടിച്ച് പോകാനുള്ള കാരണം വണ്ടിയുടെ സൈഡിലത്തെ സേഫ്റ്റി ഒക്കെ എൻഷുർ ചെയ്യാനാണ്. കാരണം ഒരുപാട് അങ്ങോട്ട് അടുത്തേക്ക് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സേഫ്റ്റി അതൊന്നും കിട്ടില്ല. അപ്പോൾ ക്രാഷ് ടെസ്റ്റിലൊക്കെ ബെറ്റർ ആയിട്ടൊക്കെ അവർക്ക് പെർഫോം ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാണ് ഫോക്സ്വാഗൻ്റെ എഞ്ചിനീയേഴ്സ് അത്രയും നാരോ ട്രാക്ക് വെച്ചിട്ട്, അത്രയും നാരോ വിട്ട് വെച്ചിട്ട് നമുക്ക് കൂടുതൽ സേഫ്റ്റി തരാൻ പറ്റിയത്. സേഫ്റ്റി തന്നത് നമ്മൾ കണ്ടതാണ്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കുഷാക്കൻ, ടൈഗുൺ, സ്ലാവിയ, നമ്മുടെ വെർട്ടസ് എല്ലാ വണ്ടികൾക്കും കിട്ടിയതാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കുറച്ചും കൂടെ വലിയ പ്ലാറ്റ്ഫോം ആയിരുന്നെങ്കിൽ അവർക്ക് ഇത് തന്നെ ബാക്കിൽ ഇത്തിരിയും കൂടെ നമുക്ക് ഷോൾഡർ റൂം കൂടുതൽ കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഈ വണ്ടികളിലൊക്കെ ബാക്കിൽ 3 പേര് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷോൾഡർ റൂമൊക്കെ വളരെ കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇനി വരാൻ പോകുന്നതിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് ഇനിയിപ്പോൾ അവർ ഇവരുടെ 2.5 സ്റ്റേജിലേക്കാണ് ഇപ്പോൾ നിലവിൽ പോകാൻ പോകുന്നത്. ഈ 2.5 സ്റ്റേജിൽ നമുക്ക് ഈ പുതിയ പ്ലാറ്റ്ഫോം കാണാൻ പറ്റില്ല. കാരണം അത് ഇപ്പോൾ ഈ അടുത്ത് സ്കോഡ TC ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അവരുടെ പുതിയൊരു സബ് 4 മീറ്റർ കോമ്പാക്ട് SUV. ആ വണ്ടിയാണ് 2.5ൻ്റെ കാറ്റഗറിയിൽ വരാൻ പോകുന്നത്. പിന്നെ 2.5ൽ ചിലപ്പം ഫോക്സ്വാഗൻ്റെ ഒരു സബ് 4 മീറ്റർ SUV നമുക്ക് പ്രതീക്ഷിക്കും. കാരണം അറ്റ്ലീസ്റ്റ് സ്കോഡ ഇറക്കുന്നുണ്ടല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഫോക്സ്വാഗൻ്റെ ഇന്ത്യയിലുള്ള പാരന്റ് കമ്പനി സ്കോഡയാണ്. അതായത് സ്കോഡയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. ഇൻ്റർനാഷണലി ഓഫ് കോഴ്സ് ഫോക്സ്വാഗൻ എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയാണ്. 10ഓളം കമ്പനികൾ ഇവരുടെ അണ്ടറിൽ വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. SAVWIPL ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സ്കോഡ ഓട്ടോ ഫോക്സ്വാഗൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഇവർ ഓപ്പറേഷൻസ് എല്ലാം തന്നെ നടത്തുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിന് ജസ്റ്റ് സൈസ് മാത്രമല്ല നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നത്, ഒരുപാട് പോസിബിലിറ്റീസ് ഇതിൻ്റെ അകത്തുണ്ട്. അതായത് ഈ പ്ലാറ്റ്ഫോം ഇൻ്റർനാഷണലി ഹൈബ്രിഡ് പവർ ട്രെയിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഫോക്സ്വാഗന് ഹൈബ്രിഡ് പവർ ട്രെയിനുള്ള വണ്ടികളൊന്നും തന്നെ ഇല്ല. അതിനിപ്പോൾ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കുറച്ച് പ്രീമിയം വണ്ടികൾ കൊണ്ടുവരാം. ഇപ്പോൾ ഒക്ടാവിയ ഒക്കെ ഇൻ്റർനാഷണലി ഹൈബ്രിഡ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ അതവർ കൊണ്ടുവരാത്ത CBO ആയിട്ടൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരും വാങ്ങില്ല എന്നറിയാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബഡ്ജറ്റ് റേഞ്ചിൽ, അതായത് ഇപ്പോൾ കുഷാക്ക്, ടൈഗുൺ പോലുള്ള വണ്ടികളൊക്കെ ഹൈബ്രിഡ് വെച്ച് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ തീർച്ചയായും അത് നല്ലൊരു പരിപാടി തന്നെ ആയിരിക്കും. കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് അവർക്ക് വണ്ടി ഇറക്കാനും പറ്റും. കാരണം ഓൾറെഡി ഇതൊക്കെ ഇവിടെ ലോക്കലൈസ് ചെയ്താണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് അവർക്കിപ്പോൾ ഇത് കൊണ്ടുവരാൻ പറ്റാത്തത്. ഇനിയിപ്പോൾ ഇനി നമ്മുടെ പുതിയ ജനറേഷൻ വരാൻ പോകുന്ന ഈ 4 വണ്ടികളും ഈ പുതിയ പ്ലാറ്റ്ഫോം ബേസ് ചെയ്തായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഹൈബ്രിഡ് പവർ ട്രെയിൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ വരുന്ന ഓട്ടോക്കാരിൻ്റെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഒരു 7 സീറ്റർ SUVയും അവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ലെങ്ത് ഒക്കെ കൂട്ടാൻ പറ്റുമല്ലോ അതിനനുസരിച്ച്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഏകദേശം നമ്മുടെ അൽക്കസാർ പോലത്തെ വണ്ടികളുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലും വണ്ടി ഇറക്കാൻ പറ്റും. ഓർ ഇപ്പോൾ നമുക്ക് ആ ഒരു സെഗ്മെൻറ്റ് അത്യാവശ്യം നല്ലൊരു ഹോട്ടായിട്ട് നിൽക്കുന്ന സെഗ്മെൻറ്റാണ്. ഇപ്പോൾ എർട്ടിഗ ആയാലും അല്ലെങ്കിൽ കാരൻസ് ഒക്കെ ആയാലും, കിയ കാരൻസ് ഒക്കെ അത്യാവശ്യം സക്സസ്ഫുൾ ആയതാണ്. ഒരു റീക്രിയേഷൻ വെഹിക്കിൾ എന്ന് പറയുന്ന രീതിയിലാണ് ഇറക്കിയത്. ഇപ്പോൾ ഫോക്സ്വാഗൻ അത് ഒരു SUV മോഡലൊക്കെ പിടിച്ചിറക്കുകയാണെങ്കിൽ അതിന് അത്യാവശ്യം നല്ലതായിട്ട് അവർക്ക് സെയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും.
പിന്നെ ഈ പുതിയ പ്ലാറ്റ്ഫോമിന് വേണ്ടി ഇന്ത്യയിൽ അവർ വീണ്ടും 9,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ 9,000 കോടി എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ആദ്യം ചെയ്തതിന് കുറച്ചും കൂടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതും പറഞ്ഞു വരുമ്പം പുതിയ ജനറേഷൻ വണ്ടികളുണ്ട്. ഈ കുഷാക്കിൻ്റെയും ടൈഗോണ്ട് അങ്ങനത്തെ വണ്ടികളുടെ ജനറേഷൻ അപ്ഡേറ്റിന് വേണ്ടി മാത്രമല്ല കേട്ടോ ഇത്. അതിൻ്റെ അകത്ത് EVs വരുന്നുണ്ട്. ഈ EVസിന് നമുക്ക് ശരിക്കും ഗവൺമെൻറ് ഒരു പോളിസി ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ സബ്സിഡിയൊക്കെ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതായത് 3,650 കോടിയുടെ അടുത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കമ്പനി ഇന്ത്യയിൽ ചെയ്യാൻ റെഡി ആയാലാണ് അവർക്ക് EVസിലൊക്കെ സബ്സിഡി കിട്ടി തുടങ്ങുന്നത്. നമ്മുടെ ടാറ്റ മോട്ടോഴ്സിനൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് അവർക്ക് EVs അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടൊക്കെ ഇറക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സ്കീമും ഇവർ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഫോക്സ്വാഗൻ്റെ ഇലക്ട്രിക് വണ്ടികളും കുറച്ച് അഫോർഡബിൾ പ്രൈസ് പോയിന്റിലൊക്കെ കാണാൻ പറ്റും. പിന്നെ പഴയ പോലെ ഇത്ര എമൗണ്ട് അവർ ചിലപ്പോൾ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരില്ല. അതായത് ഒറ്റയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരില്ല. 2 കമ്പനികളായിട്ടായിരിക്കും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ കുറേ ന്യൂസ് വരുന്നുണ്ട് ഫോക്സ്വാഗൻ മറ്റൊരു കമ്പനിയായിട്ട് ഇന്ത്യയിൽ ലോക്കൽ പാർട്ട്ണർഷിപ്പിന് നോക്കുന്ന കാര്യം. അത് മഹീന്ദ്ര ആണെന്ന് പറയുന്നുണ്ട്. പണ്ട് ടാറ്റ ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു മഹീന്ദ്ര ആവാനാണ് കൂടുതൽ ചാൻസ് ഉള്ളതെന്ന്. കാരണം മഹീന്ദ്ര ഇതിനു മുമ്പ് അവരുടെ ഇലക്ട്രിക് വണ്ടികൾക്ക് വേണ്ടിയുള്ള കോമ്പണൻസിൻ്റെ സംഭവം, അതായത് അത് സോഴ്സ് ചെയ്യുന്നത് നമ്മുടെ ഫോക്സ്വാഗൻ്റെ MEB പ്ലാറ്റ്ഫോമിലായിരിക്കും എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ചെറിയൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്ന് പറയാം. വലുതായിട്ടൊന്നും ഇല്ല. അത് ഇതുവരെ വർക്കൗട്ട് ആയിട്ടുമില്ല. കാരണം മഹീന്ദ്ര ഇലക്ട്രിക് വണ്ടികൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇറക്കിയിട്ടില്ലല്ലോ. ആകെ XUV 400 മാത്രമാണ് ഒരു ഹൈ വോൾട്ടേജ് EV എന്ന് പറയാൻ പറ്റുന്ന വണ്ടി അവർ ഇറക്കിയത്. അതും ഇപ്പോൾ അങ്ങനെ ഭയങ്കര വലിയ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലാണ്ട് പതൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പുതിയ ജനറേഷൻ ഇലക്ട്രിക് വണ്ടികൾ, അതായത് നമ്മുടെ XUV 700 ഇലക്ട്രിക്, അതുപോലെ അതിൻ്റെ കൂപ്പെ, ഇങ്ങനെ കുറേ വണ്ടികൾ ഇനിയിപ്പോൾ മഹീന്ദ്ര ഇറക്കാനുണ്ട്. അതൊക്കെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു ഇനീഷ്യലി ഇറക്കാൻ പോകുന്ന വണ്ടികളൊക്കെ BYDയുടെ കോമ്പണൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്, ഫോക്സ്വാഗൻ്റെ ആയിരിക്കില്ല. അപ്പോൾ അതിലും ചെറിയൊരു പ്രശ്നമുണ്ട്. ഫോക്സ്വാഗൻ അവൈലബിലിറ്റി എന്തോ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് അവർ ഇനീഷ്യലി ഉള്ള സംഭവങ്ങളുടെ ലോട്ട് മാറ്റി. ഇനിയിപ്പം അവൈലബിലിറ്റി ഇഷ്യൂസ് കൂടുകയാണെങ്കിൽ ചിലപ്പം അത് കഴിഞ്ഞ് വരാൻ പോകുന്ന വണ്ടികളിലും മാറ്റുമായിരിക്കും. അതിപ്പം അവർ പറഞ്ഞിട്ടില്ല. എന്തായാലും മഹീന്ദ്ര ആയിട്ടുള്ളൊരു കൊളാബറേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡായിട്ടുള്ളൊരു ലോക്കൽ കൊളാബറേഷൻ കുറച്ച് കാലത്തിനുള്ളിൽ നമുക്ക് ഫോക്സ്വാഗൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. കാരണം അവർ ഓൾറെഡി ആദ്യം ഇറക്കിയ ഭയങ്കര ഹൈ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു, 2,000 കോടി. അതവർക്ക് പ്രോഫിറ്റ് കിട്ടിയെങ്കിലും ഒരുപക്ഷെ അവർ വിചാരിച്ച അത്രയും പ്രോഫിറ്റ് കിട്ടി കാണില്ല. മാത്രമല്ല ഇന്ത്യൻ ഓപ്പറേഷൻസിന് വേണ്ടി അത്രയൊക്കെ അവർ ചിലവാക്കിയിട്ടും ഭയങ്കര വലിയ സെയിൽസ് ഒന്നും നമുക്ക് പറയാനുമില്ല. ഒരു മാസം എങ്ങനെയായാലും ഇപ്പോൾ കുഷാക്കോ സ്ലാവിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ 1,000 to 1,500 റേഞ്ചിലാണ് ഇപ്പോൾ അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. ശരിക്കും 2,000 to 3,000 ഒരു വണ്ടി അവർക്ക് വിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയിട്ട് പറയായിരുന്നു. അപ്പോൾ 2 കമ്പനികൾക്കും കൂടെ ഒരു മാസം 12,000 സെയിൽ കിട്ടിയാൽ ടോട്ടൽ 4 വണ്ടികളാണ് ഈ പുതിയ സ്കീമിൻ്റെ അകത്ത് അവർ ഇറക്കിയത്. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. അതിന് പകരം 2 കമ്പനികൾക്കും കൂടെ ഒരു മാസം ഇപ്പോൾ 6,000 സെയിൽ കിട്ടുന്നുള്ളൂ. അത് വളരെ മോശമായതുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനൊരു പരിപാടിക്ക് അവരിപ്പോൾ നോക്കുന്നത്. പിന്നെ ഫോക്സ്വാഗൻ പറഞ്ഞിരിക്കുന്ന അവരുടെ ഈ പുതിയ പ്ലാറ്റ്ഫോമും അതുപോലെ അടുത്ത വണ്ടികൾ, ഇങ്ങനത്തെ ഈ പുതിയ പ്ലാൻസ് ഉണ്ടല്ലോ, അതെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് 2027 to 2030 ഒരു ടൈം ഫ്രെയിമിലായിരിക്കും. അതായത് വണ്ടികൾ ഇറങ്ങുന്ന സമയത്തായിരിക്കും എന്നാണ്. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.